ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സിനിമ ഇനി തിയേറ്ററുകളിൽ നേരിടുക്കാൻ സാധ്യതയുള്ള ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഒപ്പം മഞ്ഞുമൽ ബോയ്സിനോടൊപ്പം ഇപ്പോൾ 100 കോടി ക്ലബിലുള്ള മറ്റ് 3 സിനിമകളുടെ യഥാർത്ഥ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിലേക്കെല്ലാം തന്നെ വരുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ മോളിവുഡിലെ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നായിരുന്നു ആ പോസ്റ്ററിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ മെൻഷൻ ചെയ്തിരുന്നത്. എന്നാൽ അതൊരു ചെറിയൊരു തള്ളാണ് എന്ന് പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. നിലവിൽ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വേഗതയാർന്ന 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയല്ല മഞ്ഞുമൽ ബോയ്സ്. അത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മഞ്ഞുമൽ ബോയ്സിന് മുന്നേ വൻ തരംഗമായ മലയാളം സിനിമ കൂടിയായ 2018 കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മെയ് മാസം റിലീസ് ചെയ്ത സിനിമ വെറും 11 ദിവസങ്ങൾ കൊണ്ടായിരുന്നു 100 കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ടത്. രണ്ടാം സ്ഥാനത്ത് നിലവിൽ 2 സിനിമകളാണ് സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നത്. അതിലൊന്ന് ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ ആണെങ്കിൽ മറ്റൊന്ന് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ആണ്. ഈ പറഞ്ഞ 2 സിനിമകളും കൃത്യം 12 ദിവസങ്ങൾ കൊണ്ടാണ് 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ 3 സിനിമകൾക്ക് മുന്നേ തന്നെ മോളിവുഡിന് ആദ്യമായിട്ട് 100 കോടി കാണിച്ചു തന്ന 2016 ലാലേട്ടന്റെ പുലിമുരുകൻ എന്ന സിനിമയുടെ 100 കോടി നേടിയെടുക്കാൻ ശ്രമിക്കേണ്ട ദിവസങ്ങളിലേക്ക് വരികയാണെങ്കിൽ 36 ദിവസങ്ങൾ കൊണ്ടാണ് പുലിമുരുകൻ അന്ന് വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടിയിലേക്ക് എത്തപ്പെട്ടത്. സിനിമ ഗൾഫ് രാജ്യങ്ങളിലടക്കം വൈകിയായിരുന്നു റിലീസ് ചെയ്തത്. ഇനി ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിലേക്കും ആ സിനിമകളുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 2018 എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് മലയാളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. 175 കോടി രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് കളക്ഷൻ. രണ്ടാം സ്ഥാനത്ത് ലാലേട്ടന്റെ പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ലോകമെമ്പാടും നിന്നും 144 കോടിയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത 2019 ലൂസിഫർ ആണ്. 128 കോടിയാണ് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ മഞ്ഞുമൽ ബോയ്സ് ഇനി മറികടക്കുമോ എന്നാണ് ആദ്യം നാം ഉറ്റുനോക്കുന്നത്. അതിനുമപ്പുറം 200 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുമോ എന്നാണ് അവസാനമായിട്ട് നാം ഉറ്റുനോക്കുന്നത്. നിലവിലെ തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസ് തരംഗം, ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെ വമ്പൻ കളക്ഷൻ, കേരളത്തിലെ മികച്ച ഹോൾഡ് എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ നല്ല കളക്ഷൻ ഇനിയും വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. 200 കോടി കടക്കുമെന്ന് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ നിലവിലെ പ്രതീക്ഷ. മോളിവുഡിലെ പല താരങ്ങൾക്കും ഇല്ലാത്ത 100 കോടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ ദിവസം നേടിയെടുത്തത്. ഇനി 200 കോടി കൂടി കളക്ഷൻ നേടിയെടുക്കുകയാണെങ്കിൽ മോളിവുഡിന്റെ വളർച്ച ഏത് ലെവലിലേക്ക് എത്തി എന്നത് ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.